ഹലോ വ്യൂവേഴ്സ്, എൻ്റെ പേര് മനോജ്. ഞാൻ ഇതിനു മുമ്പ് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ കൂടി മ്യൂസിക്കുമായി ബന്ധപ്പെട്ട് കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനമായും മ്യൂസിക് ആൻഡ് സൗണ്ട് തിയറി സാധാരണക്കാർക്ക് വേണ്ടി എന്ന ഒരു ടൈറ്റിലോട് കൂടി 42 ഭാഗങ്ങളായി ഒരു വീഡിയോ സീരീസ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ സീരീസ് കണ്ടവരിൽ പലരും എന്നോട് തബലയും മ്യൂസിക്കൽ കീബോർഡും ഒക്കെ പഠിപ്പിക്കുന്ന വീഡിയോസ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ആവശ്യപ്പെട്ടവരിൽ ഒട്ടുമിക്ക ആളുകളും എളുപ്പത്തിൽ എങ്ങനെ ഒരു പാട്ടിന്റെ കൂടെ തബല വായിക്കാം, അല്ലെങ്കിൽ ഒരു കീബോർഡിൽ ഒരു സിനിമാ പാട്ട് വായിക്കുന്നത് എങ്ങനെയെന്ന് പഠിപ്പിക്കാൻ കഴിയുമോ എന്നൊക്കെയാണ് ചോദിച്ചിരുന്നത്. അതായത് അവർക്ക് പ്രൊഫഷണൽ രീതിയിൽ കീബോർഡ് വായിക്കണം എന്നൊന്നുമല്ല അവരുടെ ആഗ്രഹം, മറിച്ച് മറ്റുള്ളവരുടെ മുൻപിൽ ഒരു കീബോർഡിൽ സിനിമാ പാട്ടുകൾ വായിക്കാൻ സാധിക്കണം. ഇത്രയൊക്കെ ഉള്ളൂ അവരുടെ ആഗ്രഹങ്ങൾ. അത്തരക്കാരുടെ അഭ്യർത്ഥന മാനിച്ച് ഞാൻ ഇന്നു മുതൽ ഒരു മ്യൂസിക്കൽ കീബോർഡിൽ എളുപ്പത്തിൽ എങ്ങനെ പാട്ട് വായിക്കാൻ പഠിക്കാം എന്ന് വിശദീകരിക്കുന്ന ഒരു വീഡിയോ സീരീസ് ആരംഭിക്കുകയാണ്. ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്ന ഈ വീഡിയോ സീരീസ് പ്രൊഫഷണലായി കീബോർഡ് വായിക്കാൻ പഠിക്കുന്നവർക്ക് വേണ്ടിയുള്ളതല്ല എന്ന് ആദ്യമേ ഓർമ്മിപ്പിക്കുന്നു. ധാരാളം ആളുകൾ പഠിക്കാനുള്ള ആഗ്രഹപ്രകാരം അവരുടെ വീടുകളിൽ കീബോർഡ്, തബല, ഫ്ലൂട്ട് തുടങ്ങിയ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് വാങ്ങി വെച്ചിട്ടുള്ളവരായിരിക്കാം. എന്നാൽ അവരുടെ ജോലി തിരക്ക് മൂലമോ അല്ലെങ്കിൽ സമയപരിമിതി കൊണ്ടോ അതുമല്ലെങ്കിൽ പ്രായപരിമിതി മൂലമോ ഒക്കെ പുറത്ത് മ്യൂസിക് സ്കൂളുകളിലൊക്കെ പോയി പഠിക്കാൻ കഴിയാത്തവരായിരിക്കാം ഇത്തരക്കാരിൽ പലരും. ആ ഒരു കാറ്റഗറിയിൽ പെട്ടവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ സീരീസ് തയ്യാറാക്കുന്നത് എന്ന് മനസ്സിലാക്കുക. കാരണം ഞാൻ പ്രൊഫഷണലായി കീബോർഡ് വായിക്കുന്ന ഒരു വ്യക്തി അല്ലെന്ന് മാത്രമല്ല, എൻ്റെ ജോലി തിരക്കും അതിനിടയിലുള്ള സമയപരിമിതി മൂലമൊക്കെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് പ്രാക്ടീസ് ചെയ്യുന്നത് തന്നെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിലൊക്കെയുള്ള അറിവും പരിമിതമാണെന്ന് പറയാം. എങ്കിലും ഞാൻ ഒരു കാര്യം ഉറപ്പു തരാം, ഞാൻ ഇവിടെ പറഞ്ഞു തരുന്ന കീബോർഡ് വായിക്കുന്ന ഒരു രീതിയും അതോടൊപ്പം ഞാൻ തരുന്ന നോട്ടുകളും പറഞ്ഞു തരുന്ന രീതിയിൽ റെഗുലറായി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ കീബോർഡിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ സ്വന്തമായി വായിക്കാൻ സാധിക്കും. സാധാരണ എല്ലാ മ്യൂസിക് സ്കൂളുകളിലും 2 രീതിയിലാണ് കീബോർഡ് വായിക്കാൻ പഠിപ്പിക്കുന്നത്. അതിൽ ഒന്നാമത്തെ രീതിയാണ് വെസ്റ്റേൺ സ്റ്റൈൽ. അതായത് പിയാനോ വായിക്കുന്ന രീതിയിൽ ആദ്യമേ തന്നെ നമ്മുടെ 10 വിരലുകളും ഉപയോഗിച്ച് വെസ്റ്റേൺ മ്യൂസിക്കൽ നോട്ട്സ് മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു രീതിയാണ്. പിയാനോ എന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ഇല്ലാതെ തന്നെ ഈ രീതിയിൽ പഠിക്കാൻ സാധിക്കുന്നതിന് കാരണം ഇപ്പോഴത്തെ എല്ലാ ഇലക്ട്രോണിക് കീബോർഡിലും പിയാനോ ബിൽറ്റിൻ ആണ്. അതായത് സാധാരണ ഒരു ഇലക്ട്രോണിക് കീബോർഡിനെ നമുക്ക് പിയാനോ മോഡിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത് കൊണ്ടാണ് ഈ രീതിയിൽ പഠിക്കാൻ സാധിക്കുന്നത്. ഇനി രണ്ടാമത്തെ രീതിയാണ് നമ്മുടെ സംഗീതം, അതായത് ഹിന്ദുസ്ഥാനി അല്ലെങ്കിൽ കർണാട്ടിക് മ്യൂസിക് പാഠഭാഗങ്ങൾ ഉപയോഗിച്ച് പഠിക്കുന്ന ഒരു രീതി. എല്ലാ മ്യൂസിക് സ്കൂളുകളിലും ഈ 2 രീതിയിലും പഠിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ അഭിപ്രായത്തിൽ ഇൻസ്ട്രുമെന്റ് മ്യൂസിക് ഒരു പ്രൊഫഷനായി എടുക്കാൻ ഉദ്ദേശിക്കുന്നവർ വെസ്റ്റേൺ സ്റ്റൈലിൽ പഠിച്ചു തുടങ്ങുന്നത് നല്ലതായിരിക്കും. എന്നാൽ കർണാട്ടിക് അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനി രീതിയിലാണ് കീബോർഡ് വായിച്ചു പഠിച്ചു തുടങ്ങുന്നതെങ്കിൽ അത്യാവശ്യം നമ്മുടെ സിനിമാ പാട്ടുകളൊക്കെ വായിക്കാൻ എളുപ്പമായിരിക്കും. അതായത് നാം ഇവിടെ ഉപയോഗിക്കുന്നത് കർണാട്ടിക് അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ സംഗീത പഠന പാഠങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഹാർമോണിയം ഒക്കെ പഠിക്കുന്ന അതേ ഒരു രീതി തന്നെയാണ്. വെസ്റ്റേൺ രീതി പഠിച്ചു വരുന്ന ഒരാൾക്ക് വെസ്റ്റേൺ സോങ്സ് വായിക്കാൻ എളുപ്പമുള്ളതുപോലെ തന്നെ കർണാട്ടിക് രീതിയിൽ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് നമ്മുടെ സംഗീതത്തിൽ ഗമകങ്ങൾ കൂടുതലായി വരുന്നത് കൊണ്ട് സിനിമാ പാട്ടുകളൊക്കെ വായിക്കാൻ വളരെ എളുപ്പമായിരിക്കും. എന്തായാലും നമ്മുടെ സിനിമാ പാട്ടുകളുടെ ബീജിയത്തിലെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് കൂടുതലും കർണാട്ടിക് നോട്ട്സുകളാണെങ്കിലും അവയോടൊപ്പം പാട്ടിന്റെ കോഡ്സ് ഒക്കെ വായിച്ചിരിക്കുന്നത് എല്ലാം വെസ്റ്റേൺ നോട്ട്സിലാണ്. അതുകൊണ്ട് തന്നെ കീബോർഡ് പഠിത്തം പൂർണ്ണമാകണമെങ്കിൽ വെസ്റ്റേൺ നോട്ട്സുകളെ കുറിച്ചും അവയുടെ ഉപയോഗ രീതികളെ കുറിച്ചും ഒക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും എൻ്റെ അഭിപ്രായത്തിൽ മ്യൂസിക്കൽ കീബോർഡ് പഠിച്ചു തുടങ്ങാൻ എളുപ്പം രണ്ടാമത് പറഞ്ഞ കർണാട്ടിക് അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനി രീതി തന്നെയാണ്. ആദ്യമേ തന്നെ 10 വിരലുകളും ഉപയോഗിച്ചാണ് വെസ്റ്റേൺ രീതിയിൽ പഠിച്ചു തുടങ്ങുന്നതെങ്കിൽ നമ്മുടെ കർണാട്ടിക് രീതിയിലാകുമ്പോൾ ആദ്യം വലത് കൈയിലെ 5 വിരലുകൾ മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. പിന്നീട് പാട്ടിന്റെ കോഡ്സ് ഒക്കെ വായിക്കാൻ പഠിച്ചു തുടങ്ങുമ്പോൾ മാത്രമേ ഇടത് കൈവിരലുകളും കൂടി ചേർത്ത് വായിച്ചു തുടങ്ങുകയുള്ളൂ. മാത്രമല്ല സരിഗമ പധനി എന്നീ സ്വരങ്ങൾ ഉപയോഗിച്ചാണ് ആദ്യ പാഠങ്ങളൊക്കെ പഠിക്കുന്നത്. അത് പഠിച്ചെടുക്കാനും വളരെ എളുപ്പമാണ്. എന്നാൽ വെസ്റ്റേൺ സ്റ്റൈലിൽ പഠിച്ചു തുടങ്ങുമ്പോൾ CDEFGAB എന്ന ഇംഗ്ലീഷ് അക്ഷരങ്ങളോടൊപ്പം മ്യൂസിക്കൽ നൊട്ടേഷൻ സിമ്പലും കൂടാതെ ആദ്യമേ തന്നെ 10 വിരലുകളും ഉപയോഗിച്ചാണ് പരിശീലിച്ചു തുടങ്ങുന്നത്. മാത്രമല്ല കീബോർഡ് ഫെമിലിയർ അല്ലാത്ത ഒരാളെ സംബന്ധിച്ച് ഇവയെല്ലാം ഒരുമിച്ച് മനസ്സിലാക്കിയെടുക്കേണ്ടി വരുമെന്നതിനാൽ തുടക്കം മുതൽ തന്നെ നല്ല രീതിയിൽ പാഠഭാഗങ്ങൾ വളരെയധികം പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ മുന്നോട്ട് പഠിച്ചു പോകാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ രണ്ടാമത് പറഞ്ഞ കർണാട്ടിക് രീതിയിലാണെങ്കിൽ തുടക്കത്തിൽ തന്നെ വെസ്റ്റേൺ രീതി പഠിക്കുന്ന അത്രയും സ്ട്രെയിൻ എടുക്കേണ്ടി വരുന്നില്ലാത്തതുകൊണ്ട് വളരെ റിലാക്സ് ചെയ്ത് ഈ പാഠങ്ങൾ പഠിച്ചു പോകാൻ സാധിക്കും. ഈ രീതിയിൽ കുറെ പഠിച്ചു കഴിയുമ്പോൾ കീബോർഡിലെ എല്ലാ കീസും നല്ല ഫെമിലിയർ ആകുകയും പിന്നീട് വെസ്റ്റേൺ നൊട്ടേഷൻസ് പഠിക്കാൻ വളരെ എളുപ്പമായി തീരുകയും ചെയ്യും.
അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ കീബോർഡ് ആദ്യം കർണാട്ടിക് രീതിയിൽ പഠിച്ചു തുടങ്ങുകയും ക്രമേണ അതിൽ തന്നെ വെസ്റ്റേൺ നോട്ട്സ് പഠിക്കേണ്ടതായ ഒരു ആവശ്യകത വരുന്ന സമയത്ത് വെസ്റ്റേൺ നോട്ട്സ് ഉപയോഗിക്കുന്നത് എങ്ങനെയെന്നും അവയുടെ കോഡ് പ്രോഗ്രഷനെ കുറിച്ചുമെല്ലാം പഠിക്കുന്നതായിരിക്കും എളുപ്പം. കാരണം കീബോർഡ് പഠിക്കാൻ വരുന്നവരുടെ സാധാരണക്കാരുടെ പ്രധാന ആഗ്രഹം എത്രയും പെട്ടെന്ന് പാട്ട് വായിക്കണമെന്നാണ്. അതായത് ഈ ആഴ്ച കീബോർഡ് പഠിച്ചു തുടങ്ങി അടുത്ത ആഴ്ചയോടെ പാട്ട് വായിക്കണം. ഇതാണ് അവരുടെ മാനസികാവസ്ഥ. ഈ ഒരു മനോഭാവമായിട്ട് വരുന്നത് കൊണ്ടാണ് പലരും തുടക്കത്തിൽ തന്നെ കാൽതെറ്റി വീണ് പഠിത്തം മതിയാക്കുന്നതിന് ഒരു പ്രധാന കാരണം. അതായത് ഞാൻ പറഞ്ഞു വന്നത് ഏതൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് വായിക്കാനും പ്രധാനമായും വേണ്ട 3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത് പഠിക്കാനുള്ള നമ്മുടെ താല്പര്യം, രണ്ടാമത്തേത് ക്ഷമ, മൂന്നാമത്തേത് നിരന്തരമായ പ്രാക്ടീസ്. ഈ പറഞ്ഞതിൽ ഒന്നാമത്തെ കാര്യമായ താല്പര്യം എല്ലാവർക്കും ആദ്യം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണല്ലോ ഇത് പഠിക്കാൻ വരുന്നത്. പക്ഷേ രണ്ടാമതും മൂന്നാമതുമായി പറഞ്ഞ ക്ഷമയും പ്രാക്ടീസും ഇല്ലാത്തതിനാൽ ആദ്യം പറഞ്ഞ താല്പര്യം എന്ന ഗുണം കുറയുകയും അങ്ങനെ പാതി വഴിയിൽ പഠിത്തം നിർത്തേണ്ടതായും വരും. ഇതാണ് വാസ്തവം. എന്നാൽ രണ്ടാമതും മൂന്നാമതുമായി പറഞ്ഞ കാര്യഗുണങ്ങളായ ക്ഷമയും പ്രാക്ടീസും നിലനിർത്തുന്നവർക്കെല്ലാം ഒന്നാമതായി പറഞ്ഞ താല്പര്യം എന്ന ഗുണം വർദ്ധിച്ചു വരികയും അത് അവരെ മുന്നോട്ട് കൂടുതൽ പഠിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ പഠിക്കുന്ന ഓരോ നോട്ട്സും നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്ത് തറവാക്കിയതിനു ശേഷം മാത്രമേ അടുത്ത പാഠം പഠിക്കാൻ പാടുള്ളൂ. അതിനാണ് ക്ഷമ വേണ്ടത്. ചിലർക്ക് ചില പാഠഭാഗങ്ങൾ പഠിക്കാൻ ചിലപ്പോൾ കൂടുതൽ സമയം വേണ്ടി വന്നേക്കാം. അങ്ങനെയുള്ളവർ സമാധാനത്തിൽ ക്ഷമയോടെ വളരെ സ്ലോ ആയിട്ട് തന്നെ പാഠഭാഗങ്ങൾ പഠിച്ചെടുക്കാൻ ശ്രമിക്കണം. അതിന് എത്ര സമയമെടുത്താലും സാരമില്ല. ഒരു പാഠഭാഗം നല്ലതുപോലെ അതിന് വേണ്ട ടൈമിങ്ങിൽ, അതായത് അതിൻ്റെ താളത്തിൽ വായിച്ചെടുക്കാൻ കഴിഞ്ഞതിന് ശേഷമേ അടുത്ത പാഠം പഠിക്കാൻ ശ്രമിക്കാവൂ. അതുപോലെ തന്നെ എത്രത്തോളം സമയം സ്ലോ ആയി പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുമോ അത്രത്തോളം വിരലുകൾ ശരിയായ കീയിൽ തന്നെ വെച്ച് വായിക്കാൻ സാധിക്കുകയും ഒപ്പം അതിൻ്റെ ഒരു ആക്യുറസി കൂടുകയും ചെയ്യും. അതായത് താളത്തിൽ നിന്ന് മാറി സ്പീഡ് കൂട്ടി വായിക്കാൻ ഒരിക്കലും ശ്രമിക്കരുത്. വായിക്കാനുള്ള സ്പീഡ് ഓട്ടോമാറ്റിക്കായി വരേണ്ടതാണ്. അതിനുവേണ്ടി പ്രത്യേകിച്ച് തുടക്കത്തിലേ പരിശ്രമിക്കേണ്ട കാര്യമില്ല. ഈ രീതിയിൽ നോട്ടുകൾ വായിച്ചു പഠിക്കുമ്പോൾ ഓരോ നോട്ടുകളും അവ തമ്മിലുള്ള വ്യത്യാസവുമെല്ലാം നമ്മുടെ തലച്ചോറിൽ പല പാറ്റേണായി രജിസ്റ്റർ ആവുകയും അങ്ങനെ ക്രമേണ സ്വരസ്ഥാനങ്ങൾ ഉറയ്ക്കുകയും ചെയ്യും. ആ ഒരു സ്റ്റേജിൽ എത്തിക്കഴിയുമ്പോൾ ഏത് ഒരു നാദം കേട്ടാൽ തന്നെ അത് ഏത് സ്വരമാണെന്ന് തിരിച്ചറിയാൻ സാധിക്കും. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, പേപ്പറിൽ അല്ലെങ്കിൽ ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്ന നോട്ടുകൾ നോക്കിക്കൊണ്ട് വേണം കീബോർഡ് പ്രാക്ടീസ് ചെയ്യാൻ. അതായത് കീബോർഡിൽ നോക്കാതെ നോട്ടുകൾ വായിച്ച് പഠിക്കാൻ ശ്രമിക്കണം. ആദ്യമൊക്കെ ചിലപ്പോൾ കീബോർഡിൽ കീയുടെ പൊസിഷൻ എവിടെയാണ് എന്ന് അറിയില്ലാത്തത് കൊണ്ട് കീബോർഡിൽ നോക്കി തന്നെ വായിക്കേണ്ടി വരും. കാരണം ആദ്യമൊക്കെ വായിക്കുന്ന നോട്ട്സ് തെറ്റിപ്പോകുന്നുണ്ടോ എന്ന് ഒരുപക്ഷെ അറിയാൻ സാധിക്കില്ല. പക്ഷേ ക്രമേണ നിങ്ങൾ വായിക്കുന്നതും കേൾക്കുന്നതുമായ സ്വരങ്ങൾ ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു കഴിവ് നിങ്ങൾക്ക് അറിയാതെ തന്നെ വന്നു ചേരും. അതുവരെ കഴിയുന്നതും കീബോർഡ് നോക്കാതെയും എന്നാൽ നോട്ടുകൾ തെറ്റിക്കാതെയും വായിക്കാൻ ശ്രമിച്ചാൽ പിന്നീട് പൂർണ്ണമായും എഴുതി വെച്ചിരിക്കുന്ന നോട്ടുകൾ മാത്രം നോക്കിക്കൊണ്ട് കീബോർഡ് വായിക്കാൻ സാധിക്കും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, തെറ്റ് വായിച്ച് പഠിക്കരുത്. എത്ര സ്ലോയിലായിരുന്നാലും ശരിയായ രീതിയിൽ നോട്ട്സ് തെറ്റാതെ വായിക്കാൻ ശ്രമിക്കണം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരാൾക്ക് വളരെ പെട്ടെന്ന് തന്നെ സ്വരസ്ഥാനങ്ങൾ ഉറയ്ക്കുകയും ഏത് പാട്ട് കേട്ടാലും അവയുടെ നോട്ട്സ് കീബോർഡിൽ തിരിച്ചറിയാനും നല്ല രീതിയിൽ മറ്റൊരാളുടെ സഹായമില്ലാതെ തന്നെ പാട്ടുകൾ വായിച്ചെടുക്കാനും സാധിക്കും. ഇനി പുതിയതായി ഒരു കീബോർഡ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കായി 1-2 കാര്യങ്ങൾ പറയാം. പഠിക്കാൻ വേണ്ടി വളരെ വില കൂടിയ ഒരു കീബോർഡൊന്നും വാങ്ങേണ്ട യാതൊരു കാര്യവുമില്ല. പക്ഷെ വാങ്ങുമ്പോൾ 5 ഒക്ടേവ് ഉള്ള ഒരു കീബോർഡ് വാങ്ങാൻ ശ്രദ്ധിക്കണം. തുടക്കക്കാർക്ക് കാഷിയോ അല്ലെങ്കിൽ യമഹയുടെ ഒക്കെ കീബോർഡ് വാങ്ങിയാൽ മതിയാകും. അപ്പോൾ അതൊരു ചെറിയ ബഡ്ജറ്റിൽ നിൽക്കും. കാഷിയോ കീബോർഡിനേക്കാൾ സൗണ്ട് ക്വാളിറ്റി മിക്കവാറും യമഹ കീബോർഡിനായിരിക്കും. അത് നിങ്ങൾക്ക് സൗകര്യമുള്ളതുപോലെ ഏതാണ് വേണ്ടത് അത് വാങ്ങിക്കുക. ഇനി കീബോർഡ് വായിക്കാൻ പഠിക്കുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഒരു കീബോർഡിൽ കീസ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്നും എന്താണ് വൈറ്റ് കീ, എന്താണ് ബ്ലാക്ക് കീ, അവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഒക്ടേവ് അല്ലെങ്കിൽ സ്ഥായി എന്നാൽ എന്താണ്, ഷാർപ്പ് കീ, ഫ്ലാറ്റ് കീ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, കീബോർഡിലെ ഓരോ കീയുടെയും പേരെന്താണ്, ഇങ്ങനെ തുടങ്ങി കുറേ കാര്യങ്ങൾ തുടക്കക്കാർ മനസ്സിലാക്കി വയ്ക്കേണ്ടതുണ്ട്. ഞാൻ ഈ കാര്യങ്ങളൊക്കെ വളരെ വിശദമായി എൻ്റെ ഇതിനു മുമ്പുള്ള കീബോർഡുമായി ബന്ധപ്പെട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വിശദമായി ഞാൻ അത്തരം കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കീബോർഡ് ആദ്യമായി ഉപയോഗിക്കുന്നവരോ അല്ലെങ്കിൽ കീബോർഡ് പഠിച്ചു തുടങ്ങുന്നവരോ നിർബന്ധമായും ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് ആ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നതിനായി കീബോർഡുമായി ബന്ധപ്പെട്ട് എൻ്റെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന മറ്റ് വീഡിയോസ് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ സീരീസ് തുടർന്ന് കണ്ട് മനസ്സിലാക്കാൻ അഭ്യർത്ഥിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട്
എൻ്റെ വീഡിയോകൾ കാണുന്നതിനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഞാൻ വീഡിയോ സീരീസ് ചെയ്യുമ്പോഴൊക്കെ ഓരോ വീഡിയോയുടെയും സമയദൈർഘ്യം അറിയാതെ കൂടി പോകാറുണ്ട്. ഓരോ വീഡിയോ പാർട്ടും 10 മിനിറ്റിനുള്ളിൽ നിർത്തണം എന്ന് വിചാരിച്ചാണ് ചെയ്തു തുടങ്ങുന്നതെങ്കിലും അതിന് സാധിക്കാറില്ല. ഈ വീഡിയോയും ഇപ്പോൾ ഏകദേശം 10 മിനിറ്റോളമായെന്ന് തോന്നുന്നു. അതിനാൽ ഈ ഒരു വീഡിയോ സീരീസിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിന്റെ 1-ാം ഭാഗം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ഇൻട്രൊഡക്ഷൻ പാർട്ടിന്റെ തന്നെ 2-ാം ഭാഗം അടുത്ത ആഴ്ച അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുവരെ മ്യൂസിക്കുമായി ബന്ധപ്പെട്ട് എൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള മറ്റു വീഡിയോസ് കാണാത്തവർ അവയെല്ലാം കണ്ട് മനസ്സിലാക്കുവാൻ അഭ്യർത്ഥിക്കുന്നു. അടുത്ത പാർട്ടിൽ നമ്മൾ കീബോർഡിന്റെ കീസ് അറേഞ്ച്മെന്റിനെ കുറിച്ചും ഏതൊക്കെ വിരലുകൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും അതുപോലെ തന്നെ പാഠങ്ങൾ പ്രാക്ടീസ് ചെയ്തു തുടങ്ങുന്നതുമാണ്. ഈ ഒരു വീഡിയോ സീരീസ് ഒരു മ്യൂസിക്കൽ കീബോർഡിൽ പാട്ടുകൾ വായിക്കാൻ പഠിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന സാധാരണക്കാർക്ക് വേണ്ടിയുള്ളതാണ്. അത്തരത്തിലുള്ള ആൾക്കാർക്ക് ഈ വീഡിയോ സീരീസ് ഉപകാരപ്രദമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഇമെയിൽ ഐ ഡി ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കൊടുത്ത് സൈൻ ഇൻ ചെയ്യുമ്പോൾ ഇനി മുതൽ ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി വഴി അറിയാൻ സാധിക്കും. ഈ വീഡിയോ സീരീസിന്റെ ഇൻട്രൊഡക്ഷന്റെ 2nd പാർട്ട് അപ്ലോഡ് ആകുന്നതുവരെ കാത്തിരിക്കുക. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.